ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 കോളേജ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കോളേജ് അഡ്മിഷൻ നേടാം, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡിഗ്രിയുമായിട്ടുള്ള എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തരാൻ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡിഗ്രിയുമായിട്ട് അഡ്മിഷനുമായിട്ടോ പരീക്ഷയായിട്ടോ സിലബസായിട്ടോ സെമസ്റ്ററായിട്ടുള്ള എന്ത് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാത്തിനുമുള്ള മറുപടി നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ തന്നെ ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഡിഗ്രി അഡ്മിഷൻ 2024 കോളേജിൽ എങ്ങനെ അഡ്മിഷൻ നേടാം? അപ്പോൾ ഡിഗ്രിയിലേക്ക് പോകുന്നതിന് ആദ്യം ഡിഗ്രിയെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോൾ 4 വർഷ കോഴ്സാണ്. 3 വർഷ കോഴ്സായിരുന്നപ്പോൾ 6 സെമസ്റ്ററുകളായിട്ടാണ് ഡിഗ്രി ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് കോഴ്സാണോ +2 എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ഡിഗ്രി. നിങ്ങൾക്ക് അതിൽ BA എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ +1 എങ്ങനെയാണോ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തത്, അത് ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഡിഗ്രി അഡ്മിഷനും ഉപയോഗിക്കുന്നത്. ഏകജാലക പ്രവേശന സമ്പ്രദായം വഴിയാണ് ഡിഗ്രിക്കും പ്രവേശനം അനുവദിക്കുക. നിങ്ങൾ +1 എങ്ങനെയാണോ അലോട്ട്മെൻറ്റ് കൊടുത്തത് അതുപോലെ തന്നെയാണ് ഡിഗ്രിക്കും അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, എന്താണ് +1 ആപ്ലിക്കേഷൻ ഫോം ലഭിച്ചിരുന്നു, അപ്പോൾ ഡിഗ്രിക്ക് അത് ലഭിക്കുമോ എന്ന്. ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ ഫോമൊന്നും ലഭിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത്, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകണമെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ മറ്റൊരു അപേക്ഷ എന്ത് ചെയ്യേണ്ടി വരും, ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ട് വരും. അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന കോളേജുകളിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ നേടണമെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ നൽകേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അപേക്ഷ നൽകാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 500-600 രൂപയാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റിനായി നൽകേണ്ട ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കാം. നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. +2 സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യമാണ്. പിന്നെ നികുതി അടച്ച റെസീറ്റ്, ആധാർ കാർഡ്, അത് നിങ്ങളുടെ നമ്പറിന് വേണ്ടിയാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, നിങ്ങൾക്ക് NSS പോലെയുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് എന്താ മതി. ഈ മറ്റേ ഗ്രേസ് മാർക്കിന് പോലെയുള്ള NSS പോലെയുള്ള സംഘടനകളിൽ ഉള്ളവർ മാത്രം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കരുതിയാൽ മതി. പിന്നെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വേണ്ടത്. നമുക്ക് സർക്കുലർ വരുമ്പോൾ നിങ്ങൾ അതാത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി സർക്കുലർ നോക്കിയാൽ മതിയാകും. അപ്പോൾ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമെയിൽ IDയും മൊബൈൽ നമ്പറും, സ്ഥിരമായി വർക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് വരെ ആ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ആവശ്യമുള്ളതാണ്. അതിലേക്ക് എന്ത് ചെയ്യാനുണ്ട്, മെസ്സേജും കാര്യങ്ങളും ഒക്കെ തന്നെ വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, സ്ഥിരമായി വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും രീതിയിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നീക്കാം. ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെ 4th അലോട്ട്മെൻറ്റ് വരെ എന്ത് ചെയ്യും,
പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് +1 തേർഡ് അലോട്ട്മെൻറ്റ് വരെയായിരുന്നു, ഇവിടെ 4th അലോട്ട്മെൻറ്റ് വരെ എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. എന്നിട്ട് ഏതിനെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ടാമത്തെയോ മൂന്നാമത്തെ ഓപ്ഷൻ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി ആയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനവും രണ്ടാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വേണമെങ്കിൽ സ്ഥിരപ്രവേശനം എടുക്കാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ചേർന്നിരിക്കണം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ അപേക്ഷ നൽകുമ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. കാരണം തെറ്റുകൾ അപേക്ഷയിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ ആ വകുപ്പിലും നിങ്ങളെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളുക. വിദ്യാർത്ഥികൾ ഡിഗ്രി അഡ്മിഷനെ കുറിച്ച് വീഡിയോ ആവശ്യമുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതാത് യൂണിവേഴ്സിറ്റികൾ അറിയിപ്പ് അഡ്മിഷൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.